പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. പ്രൈവറ്റ് ബസ്സിൽ കൊഴിഞ്ഞു വീണ യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ച ജീവനക്കാരെ ആദരിച്ച് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ്. മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന തുഷാരം ബസ്സിലെ ജീവനക്കാരെയാണ് ആദരിച്ചത്. ബസ്സിൽ കുഴിഞ്ഞു വീണ യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് ആദരിച്ചു. മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന തുഷാരം ബസ്സിലെ ജീവനക്കാരെയാണ് ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ KP സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ നെഹ്റു പാർക്കിൽ നടന്ന യോഗത്തിൽ ആദരിച്ചത്. ഞാനൊരു കാര്യം സന്തോഷപൂർവ്വം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. നമ്മുടെ ഇന്നലെ ഈ ബസ്സിൻ്റെ സർവീസ്, ബസ്സിൻ്റെ സർവീസ് ബസ്സുകളാണ് നമുക്കറിയാം. സർവീസ് ഓട്ടോറിക്ഷ, ടാക്സി, ഇതെല്ലാം സർവീസ് ബസ്സുകളാണ്. ഈ സർവീസ് ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആളുകളെ കയറ്റി വിടുക മാത്രമല്ല, ഒരു മനുഷ്യനും ചെയ്യാവുന്ന എന്തെല്ലാം സർവീസുകളുണ്ടോ ആ സർവീസുകളെല്ലാം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. നമ്മൾ പോലീസ് ആയാലും ഡ്രൈവേഴ്സ് ആയാലും എല്ലാവരും നമ്മൾ പബ്ലിക് സർവീസിന് വേണ്ടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ ആനിക്കാട് നിന്ന് കയറിയ ഒരു പ്രത്യേക ആൾ കുഴഞ്ഞു വീണ് അറ്റാക്ക് വന്നപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ വാഹനം നിർത്തിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചോ ടാക്സി വിളിച്ചോ വിടാമായിരുന്നു ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഡ്രൈവർ കണ്ടക്ടർ. പക്ഷേ ഇന്നലെ അവർ ചെയ്തത് ഒരു സ്റ്റോപ്പിൽ ആളെ നിർത്താതെ, ഒരു സ്റ്റോപ്പിൽ ആളെ ഇറക്കാതെ ആ വാഹനം ഒരു ആംബുലൻസ് എന്ന രീതിയിൽ ഓണടിച്ചുകൊണ്ട് ഏറ്റവും നേരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടത്തക്ക രീതിയിലുള്ള അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഡ്രൈവറും കണ്ടക്ടറും ചെയ്ത്. റോയ് സെബാസ്റ്റ്യനും ഷിനുവും. ഞാൻ പറയുന്നത്, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കാതെ മാത്രമല്ല, ഒരു നല്ല കാര്യം ചെയ്താൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. വെള്ളിയാഴ്ച തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരികയായിരുന്ന ബസ്സിൽ കമ്പനി പടിയിൽ നിന്ന് കയറിയ മധ്യവയസ്കൻ യാത്രക്കിടെ കുഴഞ്ഞ് വീണതിനെ തുടർന്ന് ബസ് ഡ്രൈവർ ഷിനോയും കണ്ടക്ടർ റോയി സെബാസ്റ്റ്യനും അവസരോചിതമായി ഇടപെടുകയും ബസ് യാത്രക്കാരനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകുകയുമായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുക എന്നുള്ളത് ഒരു ജീവിതം വലിയൊരു കാര്യമാണ്. ഇത് സമയം നോക്കിയില്ല, കാര്യം നോക്കിയില്ല, ആ മനുഷ്യൻ്റെ അവസ്ഥ കാണുക, പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് മാത്രമേ കരുതുള്ളൂ. അത് വണ്ടി ഇച്ചിരി ലൈറ്റിട്ട് ഓണടിച്ച് പോകേണ്ടി വന്നു. കാരണം അല്ലാതെ രക്ഷയില്ല ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക്. അത് ഞങ്ങൾ കൃത്യമായിട്ടും ആ മനുഷ്യൻ്റെ ഭാഗ്യമാണ്. അപ്പോൾ ഞങ്ങളെ അങ്ങനെ തോന്നിച്ചു. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അതേത ചാരിതാർത്ഥ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ ആദരം കിട്ടുക എന്ന് പറയുന്നത് അതിലും ഒരുപാട് നന്ദി രേഖപ്പെടും. കൃത്യസമയത്ത് മധ്യവയസ്കനെ ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് ജീവൻ രക്ഷിക്കാനായത്. സബ് ഇൻസ്പെക്ടർ രാജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ റഫീഖ്, വിഷ്ണു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.